തോട്ടിലും ഒപ്പം നഗരത്തിലെ വിവിധ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലത്തുകൂടി സഞ്ചരിക്കുകയാണ്. ഒരുപാട് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട്. ഇത് കാണുന്നവർ കൂടി തിരുവനന്തപുരം നഗരവാസികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഇത്ര വലിയ ഒരു കൂമ്പാരമായി. അതിപ്പോൾ കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകളാകാം, ഇറച്ചി വെട്ടി ഈ കോഴിയിറച്ചിയുടെയും മറ്റും വേസ്റ്റ് തള്ളുന്നവരാകാം, വീടുകളിൽ നിന്ന് തള്ളുന്നതാകാം. അങ്ങനെ നിങ്ങൾ തള്ളുന്ന മാലിന്യങ്ങളാണ് ജോയി എന്ന പാവം കരാർ തൊഴിലാളിയുടെ ജീവനോപാധിക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട ഒരു ജോലിക്കിറങ്ങിയ ഒരാളുടെ ജീവൻ എടുത്തത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നമുക്കതിലേക്ക് വരാം. അല്പസമയത്തിനകം വിനോദ് അതിനു മുൻപ് ചേരും. ബി വി അരുണിലേക്ക് വരാം. അരുൺ അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിനോദ്, ഇപ്പോൾ ജിജി തോംസൺ പറയുകയായിരുന്നു ഒരുപാട് പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട്. മാതൃകയായ ഒരുപാട് ജില്ലകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി പോലും ഇത്തരം കാര്യങ്ങൾ പഠിച്ച അനവധി ഉദ്യോഗസ്ഥർ, സർക്കാർ ചെലവിലും മറ്റു പോയി പഠിച്ച അനവധി ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാരൊക്കെ ഉള്ള ഒരു നാട് കൂടിയാണ് നമ്മൾ. ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ടുപോയി അവിടെ ഈ കാര്യങ്ങൾ പഠിക്കാനും സൂഹിക്കാനുമായി പോയി തിരിച്ചു വന്നത്. ഇപ്പോൾ ജിജി തോംസൺ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്, തടസ്സങ്ങൾ വലിയ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. അത് സംഭവിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ബഹുമാനായ മുൻ ചീഫ് സെക്രട്ടറി. രഞ്ജിത്ത്, ഈ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യവും വിദേശ സന്ദർശനവും ഒക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ വലിയ കലാപം തന്നെ നടന്ന സംഭവമാണ്. വിളപ്പിൽശാല മാലിന്യ ഫാക്ടറിയുമായും അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. ആ ഫാക്ടറി പിന്നീട് പൂട്ടിപ്പോയി. പക്ഷേ ആ മാലിന്യ പ്രശ്നം ഒരു നാടിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി. അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. നമ്മൾ ഈ മാലിന്യ പ്രശ്നം ഇപ്പോൾ ഒരാളുടെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് ഈ മാലിന്യ വിഷയം മാറുമ്പോൾ അധികം കാലം ദൂരെ അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്ന മറ്റൊരു വിഷയമായിരുന്നു വിളപ്പിൽശാലയിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ അവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് അവിടെ വിവാഹ ആലോചനയുമായി ആളുകൾ വരാറില്ല. അവിടെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹം നടക്കുന്നില്ല. കാരണം വിളപ്പിൽശാല എന്ന പേര് കേട്ടാൽ അവിടേക്ക് വിവാഹ ആലോചനയായി വരില്ല. കാരണം മാലിന്യം അത്രമാത്രം ഒരു സാമൂഹ്യ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് മാലിന്യമാണ് അതിനടിസ്ഥാനം. ആ മാലിന്യത്തിന്റെ പേരിൽ അവിടെ നടന്ന ലാത്തിചാർജുകൾ, കണ്ണീർ വാതകം, ഗ്രനേഡുകൾ, അങ്ങനെ അവിടെ പൊട്ടിയ ഈ പോലീസിന്റെ ആയുധ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മുന്നിലുള്ളതാണ്. വലിയ തോതിൽ ലാത്തിചാർജുകൾ, അറസ്റ്റ്, ദീർഘനാളത്തെ റിലേ സമരങ്ങൾ, പഞ്ചായത്തിന്റെ സമരം, അവർക്ക് പിന്തുണയുമായി വിവിധ കോണുകളിൽ നിന്നെത്തിയ ആളുകൾ, അതിനെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചത്, നഗരത്തിലെ മാലിന്യം എവിടെ സംസ്കരിക്കും എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിദേശയാത്രകൾ, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, പല രാജ്യങ്ങളിൽ പല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ യാത്ര ചെയ്തു ഈ നഗരമാലിന്യ സംസ്കരണം എങ്ങനെയാകണമെന്ന്. ഏറ്റവും ഒടുവിൽ മുട്ടത്തറയിലാണ് ഇപ്പോൾ ഏറെക്കുറെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വലിയ തോതിൽ ബാധ്യതയാകാത്തത് ഇപ്പോൾ അത് റീസൈക്കിൾ ചെയ്യുന്ന കമ്പനികൾ ഇവിടെ നിന്ന് തന്നെ ആക്രിക്കാരിൽ നിന്ന് അത്തരം പ്ലാസ്റ്റിക് കുപ്പികൾ വാങ്ങുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം ഈ സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനത്തിന്റെയും തലയിൽ വന്നിരുന്നെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്താകുമെന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സ്വകാര്യ ഏജൻസികൾ, മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന സ്വകാര്യ ഏജൻസികളുണ്ട്. ഈ പറയുന്നത് പോലെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുപോകുന്ന, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ആക്രിക്കാർ അവർ വലിയ ഫാക്ടറികൾക്ക് നൽകുന്നു. അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളായി മുന്നോട്ട് വരുന്നു. മാത്രമല്ല ജൈവ മാലിന്യങ്ങൾ, ഇപ്പോൾ ഹോട്ടൽ മാലിന്യങ്ങൾ, പല ഈ പന്നി ഫാമുകൾ, അത് നമ്മുടെ ജില്ലയുടെ തന്നെ കിഴക്കൻ മേഖലകളിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ ആയി പ്രവർത്തിക്കുന്ന അനവധി ഈ പന്നി ഫാമുകളുണ്ട്. അവിടെയുള്ള പന്നികൾക്ക് തീറ്റയായി ഇവിടുത്തെ ഹോട്ടലിലെ ജൈവ മാലിന്യങ്ങൾ പോകുന്നുണ്ട്. അതെല്ലാം കൂടി തിരുവനന്തപുരം നഗരസഭയിൽ അങ്ങനെയൊക്കെ സംവിധാനമില്ലാതെ ഇത് തിരുവനന്തപുരം നഗരസഭയുടെ തലയിലേക്ക് വന്നിരുന്നെങ്കിലുള്ളൊരു അവസ്ഥ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ അട്ടക്കുളങ്ങരയിൽ ചാല മാർക്കറ്റിനോട് ചേർന്ന് ഒരു സംസ്കരണ കേന്ദ്രമുണ്ട്, മുട്ടത്തറയിലുണ്ട്. പക്ഷേ ഇതെല്ലാം പര്യാപ്തമല്ല. വലിയ തോതിൽ മാലിന്യം വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും സംസ്കരിക്കാനുള്ള ശേഷി ഇല്ല എന്നത് തന്നെയാണ് വസ്തുത. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാത്ത മാലിന്യങ്ങൾ, ഇതൊക്കെ കുറെ ഹോട്ടലുകാരോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് വരുന്ന ആക്രിക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറെ മാലിന്യങ്ങൾ അങ്ങനെ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് രാത്രികാലങ്ങളിൽ ആമേഴഞ്ചാൻ തോട്ടിലും പാർവതി പുത്തനാറിലും നിർബാധം
വേസ്റ്റ് വലിച്ചെറിയുന്നുണ്ട്. അത് നമ്മൾ ദേശീയ ജലപാതയുടെ ഭാഗമായി മുഖ്യമന്ത്രി വലിയ ഈ പറയുന്ന ആമയിഴഞ്ചൻ തോട് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലമെന്ന് പറയുന്നിടത്ത് CCTV ക്യാമറകളുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഒരുപാട് CCTV ക്യാമറകൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ പക്ഷേ ഈ ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ അതാരാണ് ചെയ്തതെന്ന് കണ്ടെത്താൻ ഈ കാലത്ത് വളരെ എളുപ്പമാണല്ലോ. അങ്ങനെ ഒരു സമീപനം, അങ്ങനെ ഒരു നീക്കം പോലും ഈ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അവരെ ശിക്ഷിക്കാനുമൊക്കെയുള്ള എത്രയോ ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതും പ്രയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ലേ? രഞ്ജിത്ത്, നമുക്ക് അങ്ങനെ CCTV ക്യാമറയുടെ സാന്നിധ്യം എല്ലായിടത്തുമില്ല. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ 2 മഴക്കാലമല്ല, അപ്പോൾ വലിയ തോതിൽ വെള്ളം കയറിയില്ല. പക്ഷെ അതിന് മുൻപുള്ള മഴക്കാലത്തിന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കണ്ണമ്മൂലയ്ക്കടുത്ത്, അതായത് ആനേറ ഭാഗത്തിന് പിറകിലായി ഒരു വിവാഹം നടക്കാനിരുന്ന വീട്ടിലേക്ക് രാത്രി വെള്ളം ഇരച്ചു കയറുകയാണ്. അതായത് ഈ ആമയിഴഞ്ചൻ തോട് കരകവിഞ്ഞ് ഒഴുകി ആ വിവാഹം തൊട്ടടുത്ത ദിവസം നടക്കേണ്ടിയിരുന്ന വീട്ടിലേക്ക് കയറുകയും ആ വിവാഹ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ചെളിയിൽ കുതിർന്നു പോവുകയും ചെയ്ത ദൃശ്യം, അത് നമ്മൾ ആ വീട്ടിലെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് ആ പെൺകുട്ടിക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് സഹായ ഹസ്തങ്ങളെത്തി, ഒരുപാട് പേർ എത്തി കൂടുതൽ വിവാഹ വസ്ത്രങ്ങൾ വാങ്ങി ആ വിവാഹം വളരെ മംഗളമായി നടന്നു. പക്ഷെ ആ പ്രദേശത്ത് നമ്മൾ പോകുമ്പോൾ അങ്ങനെ CCTVകളുടെ സാന്നിധ്യമില്ല. അത് കഴിഞ്ഞ് ആമയിഴഞ്ചൻ തോട് ഒഴുകി പോകുന്ന പ്രദേശങ്ങൾ, അത് ആക്കുളം കായലിൽ ചെന്ന് കയറുന്നവരെയുള്ള സ്ഥലങ്ങളാണ്. തുടരുക വിനോദ. VK പ്രശാന്ത്.